ഹായ്, ഞാൻ ഗൗരി. ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ന്യൂസ് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പല ലൈംഗിക അതിക്രമം കാണിച്ചിരിക്കുന്ന ഇവര് അവര് ഡ്രസ്സ് മാറുന്നിടത്ത് ഫോട്ടോ എടുത്തു എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഈ ഒരു സംഭവത്തെ പറ്റി സംസാരം ഉണ്ടായപ്പം അതിനകത്ത് ഉപ്പും മുളകും നമ്മളിന്ന് ആദ്യമായിട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ SP ശ്രീകുമാറിനെയും ബിജു സോപാനം രണ്ടെണ്ണത്തിൻ്റെ പേരിലാണ് കേസും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെയും ഞാൻ അത് സോഷ്യൽ മീഡിയ ഭയങ്കര ചർച്ചയും കാര്യങ്ങളും ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ലായിരുന്നു, നമ്മുടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോസിലോട്ടൊക്കെ പോകാം. അതിനു മുമ്പ് ഈ പരാതിക്കാരുടെ പേരൊന്നും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ആ ഒരു സെറ്റിൽ എത്ര പെൺകുട്ടികളുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഓരോരുത്തരുടെ പേഴ്സണൽ ID ചെന്നിട്ട് ഓരോരുത്തർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളാണോ അല്ല, ഒരു ഉളുപ്പില്ലാത്ത കുറേ ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് കുറേ ഉളുപ്പില്ലാത്തവന്മാർ. ചെന്നിട്ട് ചോദിക്കും, കുട്ടിയായിരിക്കും അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ഇങ്ങനെ പറയത്തില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മെസ്സേജും കാര്യങ്ങളും അയക്കുക, കമൻ്റ് ഇടുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ രീതികളും കാര്യങ്ങളും. ഒന്നെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ പേരെങ്കിലും പറയാനുള്ള ധൈര്യം കാണിക്കണം, മുന്നോട്ട് വരാൻ നോക്കണം, അല്ലെങ്കിൽ ഈ പണിക്ക് ഇറങ്ങരുത്. സത്യം പറഞ്ഞാൽ കാരണം ബാധിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോവാം. വീഡിയോസ് കാണാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് ഒന്ന് ലൈക്ക് അടിച്ച് വീഡിയോ കാണുക. ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമമെന്ന് പരാതി. നടന്മാരായ ബിജു സോപാനം, SP ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ്. ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത്. ഓക്കെ, പീഡിപ്പിച്ച ആൾക്കാരുടെ പേരും കാര്യങ്ങളൊന്നുമില്ല, ഒരു കംപ്ലൈൻറ്റ് കൊണ്ട് കൊടുത്തു. ഇത് എത്ര നാൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും? ഇത് എത്ര പെൺകുട്ടികൾക്ക് ഇനി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കിയേ. കൊച്ചു തൊട്ട് വലിയ പിള്ളേർക്ക് വരെ ഈ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. കാരണം ആരുടെയും പേര് പറയുന്നില്ല ഇവിടെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളാണോ? നേരത്തെ ഒരു ഉപ്പും മുളകും അതിനകത്ത് അഭിനയിച്ച ഒരു സ്ത്രീയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നു, ഒരു വീഡിയോ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ചിലവർ പറയുന്നുണ്ട് ഇനി അവർ വല്ലതാണോ അന്നത്തെ ചൊരുപ്പിന് കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തത്, അങ്ങനെ വരെ പറയുന്ന ആൾക്കാരുണ്ട്. എന്തായാലും നമുക്ക് ഒരു വീഡിയോ കൂടെ വെക്കാം. ഗൗരി എന്ന് പറഞ്ഞൊരു ആക്ട്രസ് ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ ചെന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ കമൻസും കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നു. ചില ആൾക്കാർ വിവരക്കേട് നിന്ന് റിയാക്ട് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ കുട്ടി സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം. ഹായ്, ഞാൻ ഗൗരി. ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ന്യൂസ് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കെതിരെ ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്. സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം, എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധമില്ല. അപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ്സ് ഇല്ലാത്തത്, എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ഷിംല വരെ. ഞാൻ 20th റിട്ടേൺ വന്നതേ ഉള്ളൂ. വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു. 24th വരെ എപ്പിസോഡ്സിൽ ഞാൻ പാർട്ടുമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിൽ ഇല്ലായിരുന്നത്. ഇനി വരുന്ന ടെലികാസ്റ്റ് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാകും, ഈവൻ അവർ ടെലികാസ്റ്റ്. ഓക്കെ, അങ്ങനെ ഗൗരി അല്ലെന്ന് ഗൗരിയുടെ സംസാരത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ ആര്? ഭയങ്കര ചോദ്യമാണ്, അത് ആരാണ്? പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ലീഡ് റോൾ ചെയ്യുന്ന ഒരു നടിയുണ്ട്. നമുക്ക് ആ മേഡത്തിൻ്റെ വീഡിയോ ഒന്ന് വെച്ച് തരാം. അതായത് പുള്ളി സ്ത്രീകളോട് ചില ആണുങ്ങൾ കാണിക്കുന്ന ചില വൃത്തിയിട്ട ആറ്റിറ്റ്യൂഡുകൾ എൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനെ ഭയങ്കരമായിട്ട് എതിർത്ത് കഴിഞ്ഞപ്പോ പിന്നെയും പുള്ളി നമ്മൾ എത്രയൊക്കെ ആട്ടി ഓടിച്ചാലും പിന്നെയും വരും ഇങ്ങനെ നല്ല ചിക്കാനും തോണ്ടാനൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ സാറേ എനിക്ക് ഇഷ്ടമല്ല, പിന്നെ അങ്ങനെ മോശം വേർഡ്സ് യൂസ് ചെയ്യുന്നു. ഞാൻ സാറേ എനിക്ക് ഇഷ്ടമല്ല, എന്നോട് പറയാനോ എനിക്ക് ഇഷ്ടമല്ല, അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്നത് താല്പര്യമില്ല, എന്നോട് പറയരുതെന്ന് പറഞ്ഞിട്ടും പിന്നെയും പുള്ളി പിന്നെ അങ്ങനത്തെ വേർഡ്സ് വന്നപ്പോൾ പിന്നെ എന്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയക്കുകയും പിന്നെ എൻ്റെ അടുത്ത് ഇഡി എന്നൊക്കെ വിളിയൊക്കെ എന്നോട് ദേഷ്യം അങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യാൻ ദേഷ്യം വരുമല്ലോ. ഇഡി ബോഡി മറ്റോളം മറിച്ചോളം എന്നൊക്കെ വിളി തുടങ്ങി. ഇപ്പൊ ഞാൻ സുഗന്ധ സാറിനെ വൈഫിനെ വിളിച്ചു പറഞ്ഞു, സുഗന്ധ സാറിനെ വിളിച്ചു പറഞ്ഞു. സുഗന്ധ സാറ് വന്നു, വാൻ ചെയ്തു. പുള്ളി എടുത്ത് പറഞ്ഞു മേലെ ഇനി ഇത് ഉണ്ടാവരുത്, കാരണം അതിനുശേഷം ഈ പുള്ളിക്ക് ഒന്നും ഇഷ്ടമല്ല. അതെന്ന് വെച്ചാൽ ഇഷ്ടമെന്ന് വെച്ചാൽ എന്നോട് ഉദ്ദേശ്യമായല്ലോ. അതിനുശേഷം തന്നെ എങ്ങനെയൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ലേഡിയെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ മാനസികമായിട്ട് അതുപോലൊക്കെ എന്നെ വേദനിപ്പിച്ചിരുന്നത്. ഞാനെന്റെ കാരണം എന്താണ്, ഞാൻ മിക്ക ദിവസങ്ങളിൽ അവിടെ അഭിനയിച്ചിട്ടുള്ളത്. അവിടെ ലൊക്കേഷൻ എല്ലാവർക്കും അറിയാം ആ കാര്യം. ബീച്ചേട്ടൻ എന്നിട്ട് ബാലു എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ബീച്ചേട്ടൻ ബോളെടുത്ത് എന്ന് പറഞ്ഞു, സാർ എന്തിനാ ഇങ്ങനെ പുള്ളിക്കാരി എന്തിനിങ്ങനെ വേദന
നമ്മൾ ആരുടെയും പേരും കാര്യങ്ങളൊന്നും എടുത്ത് പറയുന്നില്ല. പിന്നെ ഈ മേഡം പറഞ്ഞ ആള് നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. ഇത് റൈറ്റ് ചെയ്ത മനുഷ്യനെ കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഡയറക്ടർ ആവാം, പലതവരാവാം, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. പക്ഷേ ഇവിടെയോ എന്തൊക്കെയോ ഒരു തകരാറ് പോലെ. എന്താണെന്ന് ഇപ്പം കൂടുതലും ആൾക്കാർ ഇതിലാരാണ് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മെയിൻ ലീഡായിട്ട് നിൽക്കുന്ന ഈ മേഡമാണ്. പിന്നെ ഇത് സംബന്ധമായിട്ട് ഒരു സാറ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതൊന്ന് വെച്ചു. രണ്ടുപേർക്കെതിരായി FIR അവർ ലൈംഗിക അതിക്രമം കാണിച്ചിരിക്കുന്നത് അവർ ഡ്രസ്സ് മാറുന്നിടത്തെവിടെയോ മൊബൈലോ ക്യാമറയോ വെച്ച് അവരുടെ ഫോട്ടോ എടുക്കൂ എന്നുള്ള ആരോപണമാണ്. പെൺകുട്ടി ഡ്രസ്സ് മാറുന്ന സമയത്താണ് അവർ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ അത് പീഡനത്തിൻ്റെ ഒരു ഇതിലോട്ട് വരാൻ ചാൻസ് ഉള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. എന്തുവാണെങ്കിലും ശരി, ഇതിപ്പം കരയും മുനയും തിരയ്ക്കാത്ത ഒരു രീതിയിലേക്ക് കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടുപോകുന്നതോ ഇപ്പോൾ എത്ര പെൺകുട്ടികൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനത് ആലോചിക്കുന്നത് അവർക്കെല്ലാം ഒരു പേരുദോഷമായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു സംഭവം. സത്യത്തിൽ ഇത് ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കണം. അല്ലെങ്കിൽ ഈ ഒരു പണിക്ക് ഇറങ്ങരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണോ ചിലപ്പോൾ ചില പെൺകുട്ടികളുണ്ട് എന്നെ ശല്യം ചെയ്യുന്നുണ്ട് ഒരു കേസ് കൊടുത്തിട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് അവർ രഹസ്യമായിട്ട് കൊണ്ട് കേസും കാര്യങ്ങളും ഇട്ടു പോവുകയും ചെയ്യും. പെട്ടുപോകുന്ന കുറേ പാവങ്ങളുമുണ്ട്. ഇപ്പോൾ തന്നെ ഗൗരിയെ എത്ര പേര്, ഒന്നാമത് ഗൗരിയുടെ റീൽസും കാര്യങ്ങളും ചിലവരൊക്കെ പറയുന്നുണ്ട് ഓവറാണ്, അങ്ങനെയാണ്, ചിലപ്പോൾ ഓവർ എക്സ്പ്രഷൻ ഇടുന്നുണ്ട്, ഇതൊക്കെ കാര്യമാണ്, അങ്ങനെയൊക്കെ കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നൊക്കെയുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ വരും അവർക്ക് പേഴ്സണലി. അപ്പോൾ അത് വന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിക്രമം കാണിച്ചിരിക്കുന്ന ഇവരെ അവർ ഡ്രസ്സ് മാറുന്നിടത്ത് ഫോട്ടോ എടുത്തു എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഈ ഒരു സംഭവത്തെ പറ്റി സംസാരം ഉണ്ടായപ്പം അതിനകത്ത് ഇയാളുടെ സുഹൃത്ത് ശ്രീകുമാർ SP ആ നടിയെ ഭീഷണിപ്പെടുത്തി. തീർച്ചയായിട്ടും ആ ഭീഷണി ഇൻറ്റിമിഡേഷനാണ്, ഭീഷണിയാണ്. അത് 506(2) വകുപ്പിനകത്ത് വരും. ഇപ്പോൾ സത്യം തെളിയാത്തതുകൊണ്ട് ഭീഷണിപ്പെടുത്തിയില്ലെന്നൊന്നും അറിയാലോ. ഒരു പെണ്ണൊരു കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം വലിയ വിഷയമാവുമെന്ന് ഞാൻ പറയാനറിയാം. ചിലപ്പോൾ ഈ ഒരു പ്രശ്നം ഇങ്ങനെ ചിലപ്പോൾ ഉണ്ടായി കാണുമായിരിക്കാം. അത് പരിഹരിക്കാൻ ചെന്ന് ചിലപ്പോൾ പെട്ടുപോകണമെങ്കിലോ അങ്ങനെയും പറയാം. കാരണം എന്ന് വെച്ചാൽ ഞാനിത് അങ്ങനെ സംസാരിക്കത്തുള്ളൂ. കാരണം ഒരു പെണ്ണ് വന്നിട്ട് കേസ് കൊടുക്കുമ്പോൾ അത് ഞാനാണെന്നുള്ള ധൈര്യം കാണിക്കണം. ഇത് 2024 അല്ലെങ്കിൽ നിങ്ങൾ കാരണം പല കുട്ടികൾക്കും പ്രശ്നം ഉണ്ടാവാനായിരിക്കും കൂടുതലും ചാൻസും ഒക്കെ. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ തന്നെ വേണം നമുക്കറിയണം ഇത് ആരാന്നുള്ള രീതിയിൽ. കാരണം അല്ലെങ്കിൽ ഇതിപ്പോൾ സോഷ്യൽ മീഡിയ ഈ 2 വ്യക്തികളുടെ പേര് മാത്രം പോവുകയും ചെയ്യും. കുറേ നാൾ പോയി കഴിഞ്ഞിട്ട് ഇവർ നിരപരാധിയാണെന്ന് പറയുകയും ചെയ്യും. അപ്പോഴും ഇവർക്ക് വന്ന ചീത്തപ്പേരും കാര്യങ്ങളും. അപ്പോൾ ഇന്ന് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ട് 1 ലക്ഷം ആൾക്കാർ കണ്ട്, അന്ന് ഈ വീഡിയോ എടുത്തിടുമ്പോൾ ഇവൻ നിരപരാധി എന്ന് പറയുമ്പോൾ 10,000-15,000 പേരോ എല്ലാം കണ്ട്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, കുറേ ആൾക്കാരായാലും പിന്നെയും തെറ്റിദ്ധാരണ ഇങ്ങനെ കിടക്കണം. അല്ല അവൻ അതാണ് ജീവിതകാലം മുഴുവൻ ഈ ഒരു പേര് കിടക്കും. ഒരു പീഡന കേസോ അതോ ഇതോ ഒക്കെ വന്ന് കിടന്നാലും നീ അന്നല്ല അത് പറഞ്ഞല്ലേ, പിന്നെ ഇവൻ പൈസയൊക്കെ കൊടുത്ത് അങ്ങ് ഒതുക്കി തീർത്ത് അങ്ങനെ വരത്തുള്ളൂ. എന്തായാലും എൻ്റെ അഭിപ്രായങ്ങൾ ഞാനിവിടെ പറഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ.